ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പിസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിസ എല്ലാവർക്കും തന്നെ നല്ല ഇഷ്ടമായിരിക്കും. എല്ലാവരും പുറത്തുനിന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ വീട്ടിലധികം അങ്ങനെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് പക്ഷേ വീട്ടിലുണ്ടാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഡ്രൈ ഈസ്റ്റ്, ഉപ്പ്, പഞ്ചസാര, മോസറല്ല ചീസ്, ഒലിവ് ഓയിൽ, മൈദ, പിന്നെ പിസ്സ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ആവശ്യമുണ്ട്. ഇനി ടോപ്പിങ്ങിനായിട്ട് ക്യാപ്സിക്കം ഏതെങ്കിലും കളർ, ചിക്കൻ, ഉള്ളി, പെപ്പറോണി, ബേക്കൺ, പൈനാപ്പിൾ, മഷ്റൂം, ഒലീവ്സ്, ചെറി ടൊമാറ്റോസ്, ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതല്ല വേറെ ഇൻഗ്രീഡിയൻസ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ടോപ്പിങ്സിനായിട്ട് ഉപയോഗിക്കാം. ആദ്യം തന്നെ 1 കപ്പ് ഇളം ചൂടുവെള്ളത്തിൽ 2 ടീസ്പൂൺ ഈസ്റ്റ് കലക്കി വെക്കുക. നന്നായിട്ട് കലക്കി മിക്സ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ വെക്കണം. ഇനി ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 കപ്പ് മൈദ ചേർക്കുക. 3 കപ്പ് മൈദ ചേർത്തിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തു. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, പിന്നെ ഈസ്റ്റ് കലക്കിയ വെള്ളം അതും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ആ പൊടിയെല്ലാം കൂടെ നന്നായി ഒന്ന് കുഴഞ്ഞതിന് ശേഷം പിന്നെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. ഒരു ബോളാക്കി എടുക്കാൻ പറ്റുന്ന പരുവത്തിൽ വരെ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം ഇത് ബോളിൽ നിന്ന് നമ്മൾ പുറത്തെടുത്തിട്ട് ഒരു ടേബിൾ ടോപ്പിൽ കുറച്ച് മൈദ ഇങ്ങനെ വിതറിയിട്ട് അതിലിട്ടിട്ട് വീണ്ടും കൈകൊണ്ട് നന്നായിട്ട് കുഴയ്ക്കണം. ഇത് ഒരു 10 മിനിറ്റ് എങ്കിലും ഇങ്ങനെ ഇട്ട് കുഴയ്ക്കണം. അപ്പോഴാണ് ആ മൈദ നന്നായിട്ട് മിക്സായി നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇത് എത്ര നന്നായിട്ട് ഇങ്ങനെ കുഴയ്ക്കുന്നോ അത്രയും സോഫ്റ്റായിട്ടായിരിക്കും പിസ്സയുടെ ബേസ് വരിക. അതുകൊണ്ട് ഇത് 10 മിനിറ്റ് മിനിമം ഇങ്ങനെ നന്നായിട്ട് കുഴയ്ക്കണം. ഇപ്പോൾ കാണാം അതിൻ്റെ വ്യത്യാസം. അതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ഒരു ബോൾ പരുവത്തിൽ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് കൈകൊണ്ട് ഞെക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ തിരിച്ചു വരും. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിൽ നന്നായി ഒലിവ് ഓയിൽ തടവി വെക്കുക. മാവ് ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒലിവ് ഓയിൽ തടവിയത്. ഈ കുഴച്ച മാവ് ഇനി ഇതിലിട്ട് വെച്ച് 1 മണിക്കൂർ വെക്കണം. ഇതിൻ്റെ പുറത്തു കൂടി കുറച്ച് ഒലിവ് ഓയിൽ തടവി കൊടുക്കാം. അതിനുശേഷം ഇതൊരു ക്ലിംഗ് ഫിലിം വെച്ച് അടച്ച്, ക്ലിംഗ് ഫിലിം അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് അടച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് 1 മണിക്കൂർ ഇത് വയ്ക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ടോപ്പിങ്ങിന് ആവശ്യമായ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ റെഡും ഗ്രീനും ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്, പിന്നെ പൈനാപ്പിൾ എടുക്കുന്നുണ്ട്, കൂൺ എടുക്കുന്നുണ്ട്, പിന്നെ ബേക്കൺ, പെപ്പറോണി, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഇന്നത്തെ ഈ ടോപ്പിങ്ങിൽ. ക്യാപ്സിക്കം, കൂണ്, സവാള, പൈനാപ്പിൾ ഇത്രയും സാധനങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ചെറിയ സ്ലൈസാക്കിയാണ് എടുക്കേണ്ടത്. പിന്നീട് ബേക്കൺ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. എന്നിട്ട് ചീസ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ചീസ് ആവശ്യത്തിന് എടുക്കാം. മോസറല്ല ചീസ് തന്നെ ഉപയോഗിക്കണം കേട്ടോ. അതാണ് ഏറ്റവും നല്ലത് പിസയ്ക്ക്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ പൊങ്ങാൻ വെച്ച മാവ് ഇതുപോലെ ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി നല്ല പതപതാന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ നന്നായിട്ട് ഇടിച്ച് പരത്തി ഒന്നുകൂടെ വീണ്ടും കുഴച്ച് വയ്ക്കണം. കൈകൊണ്ട് നന്നായിട്ട് അതൊന്ന് വീണ്ടും കുഴച്ച് എടുത്തിട്ട് ഈ പാത്രത്തിൽ തന്നെ അത് ഒരു പ്രാവശ്യം കൂടി ഒന്ന് മൂടി വെച്ച് ഒരു 1/2 മണിക്കൂർ വയ്ക്കുക. ക്ലിംഗ് ഫിലിം തന്നെ ഉപയോഗിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ അടച്ചു വയ്ക്കുക. 1/2 മണിക്കൂർ കൂടെ വെച്ചാൽ മതി. ഈ സമയത്ത് ബാക്കിയുള്ള ടോപ്പിക്സും കൂടെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ വറുത്തെടുക്കാൻ പോവുകയാണ്. ചിക്കൻ്റെ നല്ല ഫ്ലഷ് ആയിട്ടുള്ള പീസ് എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ച് ഒരു പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ പുറത്ത് വിതറിയിട്ട് നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കാം. വറുത്ത് ഒരു പാത്രത്തിലേക്ക് കോരിയെടുത്തു. ഇനി റൈസ് ചെയ്യാൻ വെച്ച മാവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത് വീണ്ടും ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. വീണ്ടും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിന് ചെറുതായിട്ട് കൈകൊണ്ട് വെറുതെ ഒന്ന് കുഴച്ച് എടുത്താൽ മതി.
ഈ സമയത്ത് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കുക 240 ഡിഗ്രിയിൽ. ഇതിന് നമുക്ക് പിസ്സ ട്രേയിൽ കുറച്ച് ഒലിവ് ഓയിൽ ഇങ്ങനെ തടവി കൊടുത്തിട്ട് ആ മാവ് എടുത്തിട്ട് നമുക്ക് പിസ്സ ട്രേയിൽ വെച്ചിട്ട് നന്നായി പരത്തിയെടുക്കണം. പിസ്സ ട്രേ തന്നെ വേണം നിർബന്ധമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു ഓവനിൽ വെക്കാൻ പറ്റുന്ന ഏതെങ്കിലും പരന്ന പാത്രം ആയാലും മതി. 30 സെൻറ്റിമീറ്ററാണ് ഈ പിസ്സ ട്രേയുടെ ഡയമീറ്റർ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ മാവ് ഈ ട്രേയിൽ കറക്റ്റാണ്. എൻ്റെ ലിറ്റിൽ ഹെൽപ്പർ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ പിസ്സ ഇങ്ങനെ നന്നായിട്ട് പരത്തി ഈ ട്രേയുടെ അതേ ഷേപ്പിൽ തന്നെ ആക്കിയെടുത്തു. ഈ ബേസ് നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും. നന്നായിട്ട് പൊങ്ങി നല്ല കട്ടിയുള്ള ബേസ് ആയിട്ടാണ് വരിക. അപ്പോൾ കട്ടിയുള്ള ബേസ് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മാവിനെ രണ്ടാക്കി നമുക്ക് 2 പിസ്സ ഉണ്ടാക്കാവുന്നതാണ്. ഇതിങ്ങനെ നന്നാക്കി പരത്തിയെടുക്കുക. ഒരേ തിക്നെസ്സിൽ തന്നെ പരത്താൻ ശ്രമിക്കുക. അതിനുശേഷം ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ വക്ക് ഇതുപോലെ ഇങ്ങനെ ഉരുണ്ട ഷേപ്പ് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് പിസ്സ സോസ് ഒഴിക്കുക. 3 ടേബിൾ സ്പൂൺ പിസ്സ സോസാണ് ഞാൻ ഒഴിക്കുന്നത്. പിസ്സ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഉപയോഗിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ടൊമാറ്റോ സോസ് ആണെങ്കിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ പുറത്തൂടെ ഒന്ന് വിതറി കൊടുക്കണം. പിസ്സ സോസിലാണെങ്കിൽ വെളുത്തുള്ളിയൊക്കെ നേരത്തെ തന്നെ ചേർന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ വെളുത്തുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പിസ്സ സോസ് 3 ടേബിൾ സ്പൂൺ ഞാനിവിടെ സ്പ്രെഡ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ലെയർ ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇടാൻ പോവാണ്. കുറച്ച് ചീസേ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ പുറത്ത് ഓരോ ടോപ്പിങ്സ് ആയിട്ട് നമുക്ക് വിതറിടാം. ക്യാപ്സിക്കം ഇട്ടു, റെഡ് ഇട്ടു, ഗ്രീൻ ഇട്ടു. ഇനി ഞാൻ കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്ത്, പൈനാപ്പിൾ ഒരു സൈഡിൽ ഇടുന്നുള്ളൂ, അത് എല്ലാവർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട്. ഇനി ഉള്ളി അരിഞ്ഞത് ചേർത്തു. ഇനി മഷ്റൂം അരിഞ്ഞത് ചേർക്കാം, അതും ഞാൻ ഒരു സൈഡിലേ ചേർത്തിട്ടുള്ളൂ, അത് എല്ലാവർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട്. ഇനി പെപ്പറോണി നിരത്തിയിടാണ്. പെപ്പറോണി ഇട്ടു. ഇനി ബേക്കിൻ്റെ പീസുകൾ ഓരോന്നോരോന്ന് ഇടുകയാണ്. ഈ പെപ്പറോണിയും ബേക്കണും ഏറ്റവും ലാസ്റ്റ് ഇട്ടാലും മതി കേട്ടോ. ചീസ് നിരത്തിയിട്ട് ചീസിൻ്റെ പുറത്ത് ഇട്ടാലും മതി. അപ്പോൾ കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകളെല്ലാം ചേർത്തു. ചിക്കന് പകരം വേണമെങ്കിൽ ബീഫ് ചേർക്കാം കേട്ടോ. ഇനി ഏറ്റവും മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് മുഴുവനും കൂടെ ചേർക്കണം. ചീസ് എത്ര താല്പര്യമുണ്ടോ അത്രയും ചീസ് ചേർക്കാം. ഈ ട്രെയിനി പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചു 15 മിനിറ്റ് ആണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. 240 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചീസൊക്കെ നല്ല ഉരുകി നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി മുറിച്ച് നമുക്ക് കഴിക്കാം. ഇപ്പോൾ ഇതിൻ്റെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാണ്. അതിൻ്റെ വക്കൊക്കെ കണ്ടാൽ അറിയാം. പിസ്സയുടെ ബേസും അതിൻ്റെ വക്കും എല്ലാം നല്ലതായിട്ട് പൊങ്ങി നല്ല പഫി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പിസ്സ ഈസി ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് ഓൾസോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.